പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ വിഭവമാണ്. വലിയ വഴുതനങ്ങ എടുത്തിട്ട് അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു ഉണ്ടാക്കി കഴിക്കാൻ വളരെ രുചികരമായ ഒരു വിഭവമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഇത് കഴിക്കാൻ മടി കാണിക്കുകയാണെങ്കിൽ അവരെയൊക്കെ കഴിപ്പിക്കാൻ വളരെ നല്ലൊരു വിഭവമാണ്. അതിനുവേണ്ടി നമുക്ക് വലിയ ഒരു വഴുതനങ്ങ എടുക്കുക. എന്നിട്ട് നമ്മൾ അത് തയ്യാറാക്കുക. വരും നമുക്കതിൻ്റെ പണിപ്പുരയിലേക്ക് പതുക്കെ കടക്കാം.
വഴുതനങ്ങ മുറിച്ച് കുറച്ച് നേരം വെള്ളത്തിലിട്ട് അതിന് ശേഷം അതിൽ കറയൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളതിനെ എടുത്ത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നേരം വയ്ക്കുക. അതിൽ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിത് പിന്നെ ഗ്രിൽ പാനിലാണ് ഉണ്ടാക്കുന്നത്. ഗ്രിൽ പാനിലാവുമ്പോൾ എണ്ണ കണ്ടോ അതിൻ്റെ അകത്തേക്ക് ഒന്ന് പൊക്കോളും. കുറച്ച് എണ്ണ കൊണ്ട് നമുക്ക് ഇത് പൊരിച്ചെടുക്കാൻ പറ്റും. ആ ചാലിലേക്ക് പൊയ്ക്കോളും. പിന്നെ ഇതിലൊരു ഡിസൈനും കിട്ടും നമുക്ക് ഗ്രിൽ പാനിൽ പൊരിച്ചെടുക്കുമ്പോൾ. ഭയങ്കര രസകരമായ ഒരു അതാണ്. അധികം നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം എണ്ണ കുടിക്കില്ല. അതെന്ത് കിട്ടുകയും ചെയ്യും നന്നായിട്ട്. അപ്പോൾ നമ്മൾ ഇതിനെ വേവിച്ച് മറിച്ചിട്ട് വേവിക്കണം. അപ്പോഴാണ് 2 ഭാഗത്തും ഈ ഡിസൈൻ വരുള്ളൂ. അപ്പോൾ അത് വേവുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലയൊക്കെ കൊണ്ടുവന്ന് ഓരോ കഷ്ണത്തിനും 2 കറിവേപ്പില 3 കറിവേപ്പിലയൊക്കെ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു മണം അതിൽ വന്ന് ചേരും. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഓരോ വിഭവമാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി അവരുടെ ടിഫിൻ ബോക്സിലൊക്കെ ഇട്ട് കൊടുത്താൽ കുട്ടികൾ കൂട്ടായിട്ടൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് വളരെ രുചികരമായിട്ട് അവർ കഴിച്ചോളും. അത് തിളയ്ക്കുന്നുണ്ട്. പിന്നെ പതുക്കെ 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 ആയി വരും. കുറച്ച് നേരം വേവണം. പതുക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് തീ ചെറുതാക്കി കൊടുക്കാം. ഈ ഗ്രിൽ പാന് ഭയങ്കര ചൂടായിരിക്കും. കമ്പിയൊക്കെ ചൂടായി പഴുത്തിരിക്കുകയായിരിക്കും. പിന്നെ അതിങ്ങനെ ചെറിയ തീയിൽ ഇരുന്ന് വരുമ്പോൾ ഇങ്ങനെ പൊരിഞ്ഞ് വരും. അതിവേഗം നമുക്ക് തയ്യാറാക്കി എടുക്കാം. മാരിനേറ്റ് ചെയ്തൊരു 10 മിനിറ്റ് വെക്കണം എന്നേ ഉള്ളൂ. വേറെ ഒരു സമയച്ചെലവുമില്ല, അധികം പണിയില്ല. എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വിഭവമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറിച്ച് നമ്മളിട്ട് കഴിഞ്ഞു കേട്ടോ. കണ്ടോ അതിലൊരു ഡിസൈൻ ഇങ്ങനെ ആ ഗ്രില്ലിൻ്റെ ഡിസൈൻ അതിലതുപോലെ വന്നു. ചെറിയ അളവ് വെളിച്ചെണ്ണ ഇതിൽ ആവശ്യമുള്ളൂ ഗ്രിൽ പാൻ ആകുമ്പോൾ. മറ്റ് പാനുകളിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചധികം വെളിച്ചെണ്ണ കുടിക്കും. കാണാനും ഭംഗി, കഴിക്കാനും ടേസ്റ്റി, ഹെൽത്തി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വളരെ രുചികരമായ ഒരു വിഭവം. നമ്മുടെ നാടൻ വസ്തുക്കൾ കൊണ്ട്, നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. കുറച്ച് റൗണ്ട് ഷേപ്പുള്ളതാണ് കൂടുതൽ ഉണ്ടാക്കാൻ നല്ലത്.
വരാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഞാൻ തയ്യാറാക്കിയ ഈ വഴുതനങ്ങ കൊണ്ടുള്ള ഫ്രൈ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ വലിയ വഴുതനങ്ങ കിട്ടുമ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കുക. അപ്പോൾ വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ കഴിയും. നല്ല വ്യാസത്തിലുള്ള കഷ്ണങ്ങളൊക്കെ കിട്ടാൻ ഇങ്ങനെ വലിയ വഴുതനങ്ങയാണ് നല്ലത്. അപ്പോൾ അതിനധികം കറിയൊന്നുമില്ല, കാണുമ്പോൾ കറുപ്പ് കളറാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കൊണ്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ അത് വളരെ രുചികരമായ ഒരു വിഭവമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു വിഭവമാണ്. സ്ഥിരം ഉണ്ടാക്കാൻ പറ്റിയതല്ല. അതിൽ വെളിച്ചെണ്ണയിൽ നമ്മൾ അത് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു വിശിഷ്ട ഭോജ്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടി കാണിക്കരുത്. അപ്പോൾ എല്ലാവരും
സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം ഒക്കെ അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ.